So hey guys, welcome back. So Ponman, directed by Jyotish Shankar, starring Basil Joseph, Sajin Gobu, Lijomol Jose, Deepak Parmod and കുറേ അധികം ആൾക്കാരുണ്ട്. ആൻഡ് അബൌട്ട് പൊന്മാൻ, പടം ലിറ്ററലി പൊന്മാൻ എന്നല്ല പൊന്മാൻ എന്നാണ്. അത് പടം കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ, പൊന്മാൻ എന്നാണ്. ആൻഡ് പടം ലിറ്ററലി ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്ത പടമാണ്. ആൻഡ് അത് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട്, അതിനകത്ത് അവർ റിവീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ആൻഡ് ആദ്യം ഞാൻ പടം കണ്ടിറങ്ങിയപ്പോൾ ഇങ്ങനെ ശരിക്കും നടക്കുന്ന കാര്യം അങ്ങനെയൊന്നും എനിക്കറിയില്ല. ലിറ്ററലി ഒരു പടം കണ്ടു, ഒരു നോവലിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ പടം കണ്ടു. പിന്നെയാണ് ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ശരിക്കും ഒരാളുണ്ടെന്നും, അജീഷ് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്, പുള്ളി അങ്ങനെ ഒരാളുണ്ടെന്നും, ഇങ്ങനെ ശരിക്കും കൊല്ലത്ത് നടക്കുന്നതാണ്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലിറ്ററലി ആലോചിക്കും, ഓ ഇവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഭയങ്കര സ്ട്രഗിളും സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ഒരു ലൈഫാണല്ലോ അവരുടെ എന്നും കൂടെ ആലോചിക്കുമ്പോഴത്തേക്കും ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ആൻഡ് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, ഓ ബേസിൽ ജോസഫ് ആണ് പടം ഫുൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാര്യം ഫസ്റ്റ് ഹാഫിൽ കുറേ സിനാരീസ് ഉണ്ട്. ഈ സിനാരീസ് എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത ബേസിൽ ജോസഫിനെ കാണിക്കുന്നത്. അപ്പം ലിറ്ററലി ബേസിൽ ജോസഫിനെ റിവോൾവ് ചെയ്ത് പോകുന്ന പടം പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് സജിൻ ഗോപു വരും. ലിറ്ററലി ഈ വലിയ മാസ് കാണിച്ച് അങ്ങനെയല്ല, പുള്ളിയുടെ ക്യാരക്ടർ അപ്പോഴാണ് വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിൽ ജോസഫ് സജിൻ ഗോപും കൂടെ ഫുള്ള് പടം കൊണ്ടുപോകുന്നത്. ലിറ്ററലി കാര്യം കുറേ ആൾക്കാരുണ്ട്, വേറെ ഇമ്പോർട്ടൻ്റ് റോളുള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരെല്ലാം സൈഡായിപ്പോയി. ഇവരുടെ രണ്ടുപേരും പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, ഇവരുടെ ക്യാരക്ടേഴ്സ് നല്ല അടിപൊളി. ഇവർ രണ്ടുപേരും കൂടെ ഫുള്ള് പടം കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് ഒരു മഡ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഓ ആ സമയത്തെ കട്ട്സ് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ, അത് ആരാന്ന്. എഡിറ്റഡ് ബൈ നിതിൻ രാജ് അരോൾ. ഓ പുള്ളി അതിലേക്ക് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിനകത്ത് കട്ട്സ് ഉണ്ടെന്ന് തോന്നത്തില്ല. നമ്മളത് ഒറ്റ ഷോട്ട് പോലെ കാണുന്നതെന്ന് തോന്നും, പക്ഷെ കുറേ കട്ട്സ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ്. ഇന്നത്തെ ഞാൻ മ്യൂസിക്കിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാര്യം മിക്കതും നമ്മൾ കേട്ടിട്ടില്ല. ഈ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഇൻഡൾജ് ചെയ്ത അതിനകത്ത് ആ ബി ജി എം ഒക്കെ പോകുന്നത്. ഈ മഡ് ഫൈറ്റിലാണെങ്കിലും കുറേ സീൻസിലൊക്കെ ബി ജി എംസ് ഉണ്ട്, പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല. ആൻഡ് അതിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അത്ര നന്നായിട്ട് ജസ്റ്റിൻ വർഗീസ് അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് പടത്തിൻ്റെ ക്ലൈമാക്സ് അത്യാവശ്യം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. കാര്യം ഇത്രയും സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നല്ല ക്ലൈമാക്സ് കാണുന്ന നമുക്കായാലും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. ആൻഡ് പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല പടം കേട്ടോ, നിങ്ങൾ എല്ലാവരും പോയി കാണണം എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ്, ആദ്യം തന്നെ പുള്ളിയുടെ കാര്യം പറയണം. കാര്യം പുള്ളി അജേഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇൻ്റർവ്യൂസിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അജേഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന്. ആൻഡ് അങ്ങനെ കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പം നമുക്ക് മനസ്സിലാവും പുള്ളി എന്ത് ബിലീവബിൾ ആയിട്ട് അതൊക്കെ ചെയ്തേക്കുന്നതെന്ന്. കാര്യം അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു സീനുണ്ട്, ആ സീനിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാര്യം പുള്ളി മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു സീനിൽ, എന്നാൽ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് പൊളിഞ്ഞ് കയറിയിരിക്കുക. അത്രയ്ക്ക് ദേഷ്യവും എന്നാൽ ചെറിയൊരു കെയറും. ഇതെല്ലാം കൂടെ കയറിയിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. ഒരു ഒറ്റ ഷോട്ടിൽ ഡയറക്റ്റ് ക്യാമറ നോക്കിയൊരു വലിയൊരു ലോങ് ഡയലോഗ്. ആ സമയത്ത് പുള്ളി ലിറ്ററലി കരഞ്ഞുകൊണ്ട് കൂടെ ചെയ്യുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സജിൻ ഗോപു എന്ന് പറയാൻ, നമ്മൾ ലാസ്റ്റ് സജിൻ ഗോപുവിനെ കണ്ട മറ്റേ അമ്പാൻ വൈബില്ല, പുള്ളി അതിനു മുമ്പ് മറ്റേ ചുരുളി ചെയ്തിട്ടില്ലേ നമ്മുടെ തങ്കഞ്ചേട്ടൻ്റെ ആ ഒരു സീൻ പിടിച്ചേക്കും. പക്ഷെ ഡയലോഗ് അങ്ങനെയാണെന്നല്ല, പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മനുഷ്യൻ, ഭയങ്കര ജിമ്മെന്നല്ല, ഭയങ്കര റഗ്ഡായിട്ടുള്ള രീതിയിൽ, എന്നാൽ വലിയ കട്ടി മീശയും ഭയങ്കര ചുമന്ന കണ്ണും, കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ആൻഡ് ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ആ ക്യാരക്ടർ അങ്ങനെയാണ്, കണ്ടു കഴിഞ്ഞാൽ പേടി വരണം. ആൻഡ് അതിന് പറ്റിയ ഒരാളെ തന്നെ ഇവരെടുത്ത് കാസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് അടിപൊളിയായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോമോളൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവർ രണ്ടുപേരും പടം കൊണ്ടുപോകുമ്പോൾ ബാക്കി എല്ലാവരും സൈഡായിപ്പോയി. ഈ ആനന്ദ് മന്മഥൻ, പുള്ളി ഞാൻ വേറെ ഏതോ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പുള്ളിക്ക് നല്ല ത്രൂ ഔട്ട് റോളാണ് കിട്ടിയേക്കുന്നത്. ആൻഡ് പുള്ളിയുടെ ഒരു സീനുണ്ട്, ഈ അനിയത്തിയുടെ വായത് ചീത്ത കേട്ടിട്ട് നാണം കെട്ടൊരു സീനുണ്ട്. ആ സമയത്തൊക്കെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപക് പറമ്പോളായാലും പുള്ളിക്ക് ഒരു ചെറിയ റോളാണ്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഈ ലിജോമോളുടെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരുണ്ട്, മറ്റേ മഞ്ഞുമൽ ബോയ്സിലൊക്കെ പുള്ളിക്കാരുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ പുള്ളിക്കാർ ത്രൂ ഔട്ട് ഉണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു റോൾ തന്നെ കിട്ടിയിരിക്കുന്നത്, അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പടം എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.